എന്തുവാ പുഞ്ചിരിക്കുന്ന നീ? ഷൂട്ട് ചെയ്യാനിരിക്കാന്ന് വിചാരിച്ചു, പക്ഷെ ഇവിടെ വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് കണ്ടോ? സോ ചേച്ചി കമ്മിറ്റഡ് ആണോ? സോ ചേച്ചി ഒളിച്ചോടിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, എന്നാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഇന്ന് ഞാൻ പൊളിക്കും. ചാനൽ മോണിറ്റൈസ് ആയോ? ആഹാ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? കുട്ടികൾ എത്ര പേരുണ്ട്? ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ മറക്കരുത് കേട്ടോ. ഫൺ സെഗ്മെന്റ് ആയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ഹിറ്റോസ് ബൈ സോജ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു Q&A ആണ്. നമ്മൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു Q&A ആണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെല്ലാം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അടുത്തുള്ള ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 100+ മെസ്സേജസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ചിലത് മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു Q&Aയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, അതായത് സെലക്ട് ചെയ്തിട്ട് മാത്രം. ബാക്കിക്കെല്ലാം റിപ്ലൈ ആ ഒരു പോസ്റ്റ്, ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിയിൽ തന്നെ ഞാൻ ബാക്കിയുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഡയറക്റ്റ് സമയം കളയാണ് നമ്മുടെ Q&Aയിലേക്ക് കടക്കാം. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു, അതിൽ കുറച്ച് നോട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. സോ ആദ്യം തന്നെ നമുക്ക് ഷഫിൾ ചെയ്തെടുക്കാം കേട്ടോ. ഫുൾ നെയിം എന്താണെന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ സോജ സൈജു എന്നാണ്. SOJASAIJU. ദെൻ ഫാദർ ആൻഡ് മദേഴ്സ് നെയിം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫാദറിന്റെ നെയിം സൈജു ഫിലിപ്പ് എന്നാണ് ആൻഡ് മദറിന്റെ നെയിം ഷീല സൈജു എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡേറ്റ് ഓഫ് ബർത്ത് പറയാമോ എന്ന്. അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് പറയാമോ ഇല്ലെന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ എൻ്റേത് പറയാം. 20 മാർച്ച് 2002 ആണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. ആൻഡ് നേറ്റീവ് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലായിരുന്നു, ഭോപ്പാലിലാണ് എൻ്റെ നേറ്റീവ്. ഓക്കെ, മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് ഞാൻ ജനിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഡ്രീം ഓർ യുവർ ഡ്രീം എന്നുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് പേര് റിപ്പീറ്റേഷൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഡ്രീംസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവസിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് ഇന്നത് ഡ്രീമാണ് അത് ഡ്രീമാണെന്ന് പറയാറുണ്ട്. അതെങ്ങനെയെങ്കിലും ഫുൾഫിൽ ചെയ്തിട്ട് ഇതായിരുന്നു എൻ്റെ ഡ്രീം എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. സോ ഡ്രീം അവിടെ നിൽക്കട്ടെ. ഡ്രീം എന്താണെന്ന് ചോദിച്ചവർക്കുള്ള മറുപടി അത് ഫുൾഫിൽ ചെയ്യുമ്പോൾ അതും വീഡിയോ അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലും ഞാൻ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. എനിവേ, താങ്ക് യു ഫോർ ആസ്കിങ്. നെക്സ്റ്റ് നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, റീസൺ ഓഫ് സ്റ്റാർട്ടിങ് ദ ചാനൽ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു റീസണേ ഉണ്ടായിട്ടല്ല ഞാൻ ഹിറ്റോസ് ബൈ സോജ എന്ന ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അതിൻ്റെ റീസൺ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നുണ്ട്, അതിൽ പറയാം കേട്ടോ. ഒരു റീസൺ ഉണ്ടായിരുന്നില്ല സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ആൻഡ് നമ്മൾ March 7, 2025 നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ഒരു യൂട്യൂബർ ആയിക്കൂടാ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തി നിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് കുറച്ച് എന്താ പറയുക ലോങ് മെസ്സേജ് ആയിരുന്നു. അതിൽ ഒരു ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, പക്ഷെ ആൾ ചോദിച്ചിരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വായിക്കാം. സോജ ചേച്ചി, ഫ്രം ദ day 1 you are valuable and precious for me. We have talked a lot, but still I want to know something from you. Hope you will answer all my questions as soon as possible. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നിട്ട് ആൾ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, പ്രതിസന്ധികൾ നേരിടുമ്പോൾ ചേച്ചിക്ക് മനസ്സുറപ്പ് നൽകുന്നത് എന്താണെന്ന്. അപ്പം എനിക്ക് തോന്നുന്നു ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏതൊരു Q&A ചെയ്യുന്ന ആൾക്കും വേണ്ടതെന്ന് തോന്നുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ. അപ്പം പ്രതിസന്ധികൾ നേരിടുമ്പോൾ എന്ന് പറയുമ്പോൾ പ്രതിസന്ധികൾ എന്തും ആയിക്കോട്ടെ, അതെന്ന് പറയുമ്പോൾ ഒരു ടെമ്പററി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് മാത്രമായിരിക്കും ഏതൊരു ബാഡ് മൊമെന്റ് അല്ലെങ്കിൽ ഏതൊരു വേഴ്സ്റ്റ് മൊമെന്റ് ഒക്കെ നമ്മുടെ ലൈഫിൽ വന്നു പോകുന്നത്. അതിനുശേഷം വരുന്ന നല്ല ദിവസങ്ങളെ മാത്രം നമ്മൾ മുന്നിൽ കാണുക. എങ്കിൽ ഏത് പ്രതിസന്ധിയും ഈസി ആയിട്ട് നമുക്കൊരു ചെറു പുഞ്ചിരിയോടുകൂടി നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ യു സ്റ്റഡിങ്, വേർ ആർ യു ഫ്രം ഇൻ കേരള. ഇതാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പം വാട്ട് ആർ യു സ്റ്റഡിങ് എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യനുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ, ഐ ആം പെർസ്യൂയിങ് MBA ആൻഡ് വേർ ആർ യു ഫ്രം ഇൻ കേരള. ഐ തിങ്ക് ആളും കേരളത്തിലുള്ള ആളാണെന്ന് തോന്നുന്നു. ഐ ആം ഫ്രം പത്തനംതിട്ട ഡിസ്ട്രിക്ട്. താങ്ക് യു ഫോർ ആസ്കിങ്. നെക്സ്റ്റ് നമ്മുടെ ഒരു മെമ്പർ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെ ഫ്യൂച്ചർ പ്ലാൻ ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതൊന്നും അങ്ങനെ നടക്കാത്തതുകൊണ്ട് വലിയ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ജസ്റ്റ് മൂവിങ് വിത്ത് ദ ഫ്ലോ, അത്രയേ ഉള്ളൂ. പിന്നെ ഫ്യൂച്ചർ പ്ലാൻസ് കുറച്ചുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഡ്രീം പോലെ തന്നെയാണ് ഫ്യൂച്ചർ പ്ലാൻസ് കൊണ്ടുപോകുന്നത്. ആൻഡ് ദ അൾട്ടിമേറ്റ് ഫ്യൂച്ചർ പ്ലാൻ റിഗാർഡിങ് മൈ ബിസിനസ്സസ് ഓൾവേസ് ഒരു ഷോപ്പ് ആക്കണം, ഒരു ആർട്ട് സ്റ്റുഡിയോ അല്ലെങ്കിൽ മ്യൂസിയം ആക്കണം. അതൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസിലേക്ക് വരുന്ന ഫസ്റ്റ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ഒരു പൈങ്കിളി ക്വസ്റ്റ്യൻ ആണ്, ബട്ട് എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, സെലിബ്രിറ്റി ക്രഷ് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം. സെലിബ്രിറ്റി ക്രഷ് നമ്മൾ സ്കൂൾ ടൈംസിലൊക്കെ അങ്ങനെ സെലിബ്രിറ്റി ക്രഷ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെ സെലിബ്രിറ്റീസിനോട് വലിയ ക്രഷ് ഇല്ല. ആൻഡ് ഫേവറേറ്റ് സെലിബ്രിറ്റി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അത് മമ്മൂക്ക തന്നെയാണ് ഫേവറേറ്റ് ആക്ടർ അല്ലെങ്കിൽ ഫേവറേറ്റ് സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ. താങ്ക് യു. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് സോങ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫേവറേറ്റ് സോങ് എന്ന് പറയുമ്പോൾ അതൊരു ഗ്രൂപ്പ് ഓഫ് സോങ്സ് ആണ്.
അപ്പോൾ അതിൽ സെലക്ട് ചെയ്ത് പറയാമെന്ന് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഇപ്പം നമ്മളോട് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഏതൊക്കെ സോങ്സ് ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ലേ. എന്നാലും ഞാൻ 3-4 പറയാം. മിത്വ എന്ന് പറഞ്ഞ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് എന്താ പറയുക, നമ്മുടെ ഓൾഡ് സോങ്സിനോടാണ് കുറച്ചും കൂടി എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ്സ് തോന്നിയിട്ടുള്ളത്. അത്രേ ഉള്ളൂ. ഏജ് എത്ര എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നത്. ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് എന്താ പറയുക, ഡ്രീം, കമ്മിറ്റഡ് ആണോ, ഇതൊക്കെയാണ് ഒരുപാട് വരുന്ന ക്വസ്റ്റ്യൻസ്. ഏജ് എന്ന് പറഞ്ഞാൽ 23 ആണ്. 2002 ആണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇയർ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു യൂട്യൂബർ തന്നെ ചോദിച്ചിട്ടാണ്. നമുക്ക് നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു യൂട്യൂബർ ആയിരിക്കും, ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആള് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് മെമ്മറബിൾ മൊമെന്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഫേവറേറ്റ് മെമ്മറബിൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കേസുകളിൽ അങ്ങനെ ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലിപ്പോൾ യൂട്യൂബിലൂടെ ആണെങ്കിൽ അത് പറയാൻ ഒരെണ്ണം കാണും. ആൻഡ് റീസെന്റ് ഒരു മെമ്മറബിൾ മൊമെന്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അത് വഴിയെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാം വഴിയെ പറയാനാണെങ്കിൽ എന്തിനാ Q&A ചോദിക്കുന്നുണ്ടാവും അല്ലേ, അല്ല ആലോചിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു മെമ്മറബിൾ മൊമെന്റ് എനിക്ക് തോന്നും നമ്മുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം മെമ്മറബിൾ മൊമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും ഞാൻ വർക്ക് ചെയ്ത ഓഫീസിൽ നിന്ന് എന്നെ പൊന്നാട അണിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അതേപോലത്തെ ഒരു പൊന്നാട അണിയിക്കൽ. അതെനിക്ക് കുറച്ച് മെമ്മറബിൾ ആയിട്ട് ഇപ്പോഴും ഹാർട്ട് ടച്ച് ആയിട്ട് ഇരിക്കുന്ന ഒരു മൊമെന്റ് ആണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ എല്ലാം ടിക്ക് ചെയ്ത് പോവാണ്, റിപ്പീറ്റേഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പം നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ യുവർ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും റിലേറ്റബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആയിരിക്കും എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ. അതായത് ഞാനൊരു സിംഗിൾ ചൈൽഡാണ് എൻ്റെ പാരൻസിന്. സോ അറിയാലോ, ഒറ്റ മക്കളായിട്ട് വളരുമ്പോൾ നമുക്ക് ഫുള്ള് ഫ്രീഡം അല്ലെങ്കിൽ സ്നേഹം അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുമെങ്കിലും നമ്മൾ അലോൺ ആയിരിക്കും. സ്റ്റിൽ നമ്മൾ ഇതേപോലെ അലോൺ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ചൈൽഡ്ഹുഡിൽ ഓരോ റെസിറ്റേഷൻസ് അല്ലെങ്കിൽ ഓരോ ഡ്രാമയ്ക്കൊക്കെ അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസിലൊക്കെ പോയിട്ടുള്ള ഒരുപാട് മെമ്മറീസ് ഗോൾഡൻ മെമ്മറീസ് ഉണ്ട്. ആൻഡ് നമുക്ക് തിരിച്ചൊരിക്കലും പോകാൻ പറ്റാത്തൊരു നമ്മുടെ ലൈഫിൻ്റെ ഒരു സ്റ്റേജാണ് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ. ആൻഡ് അത് അത്രയ്ക്ക് പ്രഷ്യസ് ആണ്. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് കുറച്ച് ഫണ്ണി ആയിട്ട് തോന്നി ആൻഡ് കാര്യമുള്ളതായിട്ടും തോന്നിയിട്ടുണ്ട്. ചേച്ചി വെഡിങ്ങിന് എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഇതുവരെ പത്തനംതിട്ട കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് കുറച്ച് ഫണ്ണി ആയിട്ടും തോന്നി. അതേസമയം പത്തനംതിട്ട കാണാത്ത ആൾ എൻ്റെ മാരേജിനെ ഒന്ന് കാണുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റും തോന്നി. വെഡിങ്ങിന് വിളിക്കുക എന്ന് ചോദിച്ചാൽ അതൊക്കെ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് അല്ലേ. അപ്പം വെഡിങ്ങിന് എന്തായാലും നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സും, അതായത് എൻ്റെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള നമ്മുടെ യൂട്യൂബിലെ ഹിറ്റോസിന്റെ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും എന്തായാലും ഇൻവിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. ആൻഡ് പത്തനംതിട്ട കണ്ടിട്ടില്ല എന്ന് വെച്ച് കല്യാണത്തിന് മാത്രമായിട്ട് വരുന്ന ഓൾവേസ് വെൽക്കം ടു പത്തനംതിട്ട. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് യുവർ നെയിം, അതായത് യുവർ ചാനൽ നെയിം ഇതാണ്. അപ്പം ഇതാണ് ഇനിയും ഞാൻ മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഓൺ ദ വേ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് യുവർ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനലിന്റെ ടൈറ്റിൽ അല്ലെങ്കിൽ ചാനലിന്റെ നെയിം എന്ന് പറഞ്ഞാൽ ഹിറ്റോസ് ബൈ സോജ എന്നാണ്. HITOS, ഹിറ്റോസ് ബൈ സോജ. ആക്ച്വലി ഹിറ്റോസ് ബൈ സോജ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈൽ സ്റ്റോൺസ് ബൈ സോജ എന്നാണ്. ആൻഡ് ഈ ഹിറ്റോസ് ബൈ സോജ ഒരിക്കലും ഒരു യൂട്യൂബ് ചാനലിന്റെ നെയിമായിട്ടല്ല നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതെന്റെ ബിസിനസിന്റെ പേരാണ്. ഞാനൊരു ഓൺടർപ്രണർ ആണ്. റെസിൻ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ ബിസിനസ്സാണ് നടത്തുന്നത്. നമ്മൾ പത്തനംതിട്ട ബേസ്ഡ് ആയിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ആൻഡ് ഓൾ ഇന്ത്യ, ഓൾ ഇന്റർനാഷണൽ ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ സെല് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ബിസിനസ് 2023 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 2023 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പിന്നീട് ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു കോപ്പിറൈറ്റ് വരണ്ടാലോ എന്ന് വിചാരിച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചാനലാണ് നമ്മുടെ ഈ ഹിറ്റോസ് ബൈ സോജ എന്ന് പറഞ്ഞത്. പിന്നീട് ആദ്യത്തെ ആ ഒരു അറിയാലോ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, ആദ്യം ഒരു വീഡിയോ ഇട്ടു. അതിനുശേഷം ഞാൻ യൂട്യൂബ് ഉണ്ടെന്നുള്ള കാര്യമേ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഈ എന്താ പറയുക ഓണം വിഷു ഒക്കെ പോലെ തന്നെ വല്ലപ്പോഴും ചാനലിൽ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ഇട്ടാലായി. പിന്നീട് ഞാൻ ഇത് നമുക്ക് ചാനലായിട്ട് അല്ലെങ്കിൽ ഒരു യൂട്യൂബറായിട്ട് മാറിയാലോ എന്നുള്ള ഒരു തോട്ട് വരുന്നത് മാർച്ചിലാണ്. അതായത് മാർച്ച് എന്ന് പറയുന്നത് എൻ്റെ ഹിറ്റോസിന്റെ ബർത്ത്ഡേയും എൻ്റെ ബർത്ത്ഡേയും സെയിം ഡേറ്റിലാണ് വരുന്നത്. അതായത് 2023 മാർച്ച് 20 ഞാൻ ഈ ഒരു ബിസിനസ് എനിക്ക് തന്നെ സെൽഫ് ഗിഫ്റ്റിംഗ് ആയിരുന്നു, എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഇപ്പൊ 2 വർഷം കഴിഞ്ഞേക്കാണ് അന്ന് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ചാനൽ. പിന്നെ മാർച്ച് 7 ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു നല്ല രീതിക്ക് നമുക്ക് ചാനലൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാന്ന്. അപ്പോഴും വീട്ടിൽ അമ്മ പപ്പയൊക്കെ പറയുന്നുണ്ട് എന്താണ് മൂവ് ഓൺ ചെയ്യ്, ഈ ചാനൽ കൊണ്ട് ഇങ്ങനെ നിൽക്കാണ്ട് ഇങ്ങനെ നമുക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫാമിലിയിലെ 3 പേര്, അതായത് എൻ്റെ അമ്മ പപ്പ ആൻഡ് ആരാണെന്ന് പറയുന്നില്ല, അതൊക്കെ സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. അപ്പം അങ്ങനെയുള്ള 3 പേര് ഞാൻ പറഞ്ഞാൽ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അനുസരിക്കുന്ന 3 പേര് പറഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ചാനലൊന്ന് ആക്റ്റീവ് ആക്കി എടുക്കുന്നത്. ആൻഡ് ദൈവം സഹായിച്ച് എന്താ പറയുക ഒരു 500 സബ്സ്ക്രൈബേഴ്സിന് ഇപ്പം 6 പോയിന്റ് സംതിങ് സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ മാറിയേക്കാണ്. അതൊക്കെ വലിയൊരു കാര്യമാണ്.
അപ്പം ചാനലിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ മൈൽ സ്റ്റോൺ ആണ്. ഹിറ്റോസ് എന്ന് പറഞ്ഞാൽ വേർഡിന്റെ മീനിങ് വേർഡ് എന്ന് പറഞ്ഞാൽ സ്പാനിഷ് വേർഡാണ്. അത്രേ ഉള്ളൂ ഹിറ്റോസിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ സ്കൂൾ മെമ്മറീസ്. അപ്പോൾ സ്കൂൾ മെമ്മറീസ് ഒപ്പം തന്നെ ചോദിച്ചിട്ടുണ്ട് എവിടേക്കാണ് പഠിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മധ്യപ്രദേശ് ആയിരുന്നു എൻ്റെ നേറ്റീവ് എന്ന് ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ മധ്യപ്രദേശ് നേറ്റീവ് ആകുമ്പോൾ തന്നെ നമുക്കറിയാലോ, മധ്യപ്രദേശിലായിരുന്നു എൻ്റെ നഴ്സറി മുതൽ എൻ്റെ 3rd സ്റ്റാൻഡേർഡ് വരെയുള്ള സ്റ്റഡീസ്. അതിനുശേഷം 4th സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെ ഐരവൺ MK ലത മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലായിരുന്നു. അതായത് കോന്നി, പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ് നമ്മുടെ സ്കൂൾ വരുന്നത്. ഞാൻ +1 +2 എന്ന് പറഞ്ഞാൽ മുട്ടത്തോട് SNDPയിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. കൊമേഴ്സ് മാത്സ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്കൂളിംഗ് വരെ മതിയല്ലോ, കോളേജ് കാര്യങ്ങൾ വേണ്ടല്ലോ. സ്കൂൾ മെമ്മറീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്കൂൾ മെമ്മറീസ് എന്ന് പറഞ്ഞാൽ ഈ പഠിച്ച 3 സ്കൂളുകളിലായാലും അത്യാവശ്യം ടീച്ചേഴ്സിൻ്റെ ഒരു പെറ്റായിരുന്നു ഞാൻ. അതായത് ടീച്ചേഴ്സും ഞാനും തമ്മിലുള്ള ബോണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സും ഞാനും തമ്മിലുള്ള ബോണ്ടിനേക്കാളും വലിയ ബോണ്ടായിരുന്നു. അപ്പോൾ സ്കൂൾ മെമ്മറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യം സ്കൂൾ മെമ്മറീസ് ചോദിക്കുമ്പോൾ ടീച്ചേഴ്സിൻ്റെ മുഖം അല്ലെങ്കിൽ എൻ്റെ സ്കൂളാണ് വരുന്നത്, അല്ലാണ്ട് ഫ്രണ്ട്സ് ഒന്നും അല്ല വരുന്നത്. എന്ന് പറയും ഫ്രണ്ട്സ് ഇല്ല എന്നല്ല, അത്യാവശ്യം ഹായ് ഹലോ പറയുന്ന ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഹായ് ഡാ വൈറ്റി തുടങ്ങാനുള്ള കാരണം എന്താണ്? ഹൂ ഇസ് ദ റോൾ മോഡൽ ഓഫ് യുവേഴ്സ്? ഓക്കെ, ഇതിൽ വൈറ്റി തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വൈറ്റി തുടങ്ങിയത് ഫോർ മൈ ബിസിനസ് ആണ്, ബിസിനസ് പർപ്പസിന് വേണ്ടി മാത്രം. അതായത് ബിസിനസിന്റെ നെയിം പിന്നീട് നമ്മൾ എന്തെങ്കിലും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ നെയിമിൽ കോപ്പിറൈറ്റ് കാര്യങ്ങളൊന്നും വരല്ലെന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വൈറ്റി തുടങ്ങിയത്. ആൻഡ് ആ ഒരു മൊമെന്റിൽ യൂട്യൂബർ ആവണം അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യണമെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഹൂ ഇസ് ദ റോൾ മോഡൽ എന്ന് ചോദിച്ചാൽ മീ മൈസെൽഫ്. ഞാൻ എന്താ പറയുക, ആദ്യമൊക്കെ പറയായിരുന്നു ഇന്ന ആളാണ് എൻ്റെ റോൾ മോഡൽ എന്ന്. നമ്മൾ ഒരിക്കലും ഒരു റോൾ മോഡലിനെ, ഇപ്പം ഏതൊരു റോൾ മോഡലിനെ ആയിക്കോട്ടെ, ഇന്ന വ്യക്തിയെ പോലത്തെ നമുക്കൊരിക്കലും അങ്ങോട്ട് ഡൈവേർട്ട് ആവാനോ അല്ലെങ്കിൽ ചേഞ്ച് ആവാനോ പറ്റത്തില്ല. സോ നമ്മൾ തന്നെ ആയിരിക്കണം, നമ്മുടെ റോൾ മോഡൽ നമ്മൾ തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു പോളിസി. സോ എൻ്റെ റോൾ മോഡൽ സോജ സൈജു, അത്രയേ ഉള്ളൂ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യന് സെയിം തന്നെയാണ് കേട്ടോ. ഞാൻ ഈ എഴുതിയ സമയത്ത് ഈ ക്വസ്റ്റ്യന് തമ്മിൽ കുറച്ച് ഡിഫറൻസ് തോന്നി. എനിക്ക് തോന്നി ഞാൻ ഒരു ആൻസറിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ എല്ലാം ആൻസർ പറഞ്ഞു പോയിട്ടൊന്നും തോന്നുന്നു. ചേച്ചി ടോക്ക് അബൌട്ട് ദ ഡേ യു സ്റ്റാർട്ടഡ് വൈറ്റി സ്റ്റാർട്ട് ചെയ്ത ഡേയെ പറ്റി ചോദിക്കാനാണെങ്കിൽ ഐ തിങ്ക് ദ സ്റ്റോറി ബിഹൈൻഡ് ഹിറ്റോസ് പറയുന്നതായിരിക്കും നല്ലത്. അതായത് ഹിറ്റോസ് എന്ന് പറഞ്ഞത് ഞാൻ ഒരിക്കലും ഒരു റെസിൻ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ബിസിനസ് ആയിട്ട് മാറ്റണമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബിസിനസ് അല്ല. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവൽ അല്ലെങ്കിൽ കുറച്ചും കൂടി അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ലെവലിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഇരുന്ന ഒരു ബിസിനസ്സാണ്. ആൻഡ് ആ ഒരു ടൈമിൽ നിന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ വർക്കിംഗ് ആയിരുന്നു. ഞാൻ ആറന്മുള ചിട്ടി ഫണ്ട് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഈ ഹിറ്റോസ് എനിക്ക് എന്താ പറയുക 20ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു ഭാഗ്യക്കേടെന്ന് പറയട്ടെ, ആ ഒരു മൊമെന്റിൽ 20ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 19ാമത്തെ വയസ്സിൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 21ാമത്തെ വയസ്സിൽ, അതായത് ആസ് എ ടോക്കൺ ഓഫ് ഗിഫ്റ്റ് അല്ലെങ്കിൽ ലവ് സെൽഫ് ഗിഫ്റ്റിങ്ങിന് വന്ന സമയത്ത് ഹിറ്റോസ് നമ്മൾ 3ഓ 4ഓ വട്ടം നമ്മൾ ഇനോഗ്രേഷൻ മാറ്റി വെക്കുക ഉണ്ടായിട്ടുണ്ട്. കാരണം ഹോസ്പിറ്റൽ ഇഷ്യൂസ് ആയിരുന്നു, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം. അപ്പം നമ്മൾ ആ ഫണ്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ നീങ്ങിപ്പോയി. അപ്പം നമ്മൾ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണല്ലോ ഹോസ്പിറ്റൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഫർണിച്ചറിന്റെ ബിസിനസ്, റെസിൻ എപ്പോക്സി ഫർണിച്ചറിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടായിരുന്നു ആദ്യം എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിൽ. പക്ഷേ ഞാനിങ്ങനെ എല്ലാവരോടും പറയുകയും ചെയ്തു. പിന്നെ തുടങ്ങിയില്ലെങ്കിൽ അതെനിക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ കൂടെപ്പറപ്പായിട്ട് കൊണ്ട് നടക്കുന്ന ആളാണ്. അപ്പം എനിക്ക് കുറച്ച് ഇത് തോന്നി. അങ്ങനെയാണ് ഞാൻ ക്രാഫ്റ്റ് ബിസിനസ്സിലേക്ക് മാറുന്നത്. അന്ന് ഹോസ്പിറ്റൽ കിടക്കയിൽ കിടന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഇനോഗ്രേഷൻ നമ്മുടെ ഇൻസ്റ്റാ ത്രൂ തന്നെ ആയിരുന്നു. നമ്മുടെ ഇനോഗ്രേഷൻ നമ്മുടെ ബിജീഷ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ, അതായത് സിനിമ ഫെയിം ആണ് ആള്, തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ബിജീഷ് എന്ന് പറഞ്ഞൊരു ചേട്ടനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞാൻ ഇപ്പോഴും ആളുമായിട്ടൊക്കെ നമ്മൾ നല്ലൊരു ബോണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇപ്പം എന്തെങ്കിലും ഒരു വിശേഷ ദിവസമൊക്കെ ആണെങ്കിലും നമുക്ക് ആശംസയൊക്കെ അറിയിച്ച ആൾ ഇടുന്നുണ്ട്. അപ്പം എൻ്റെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. അപ്പം ആ സമയത്ത് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അതായത് 20ാമത്തെ തന്നെ എല്ലാ അക്കൗണ്ടും ചെയ്യണം എന്നുള്ളത് കൊണ്ട് വെളുപ്പാങ്കാലം 12 മണിക്ക് ഞാൻ ഈ അക്കൗണ്ട്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഹിറ്റോസിന്റെ ജേർണി അല്ലെങ്കിൽ വൈറ്റി സ്റ്റുഡിയോയുടെ വൈറ്റിയിലേക്കുള്ള അല്ലെങ്കിൽ യൂട്യൂബിലേക്കുള്ള ചാനലിന്റെ ജേർണി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. സെയിം ടൈം നമ്മുടെ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തു. അത്രയേ ഉള്ളൂ.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏതൊരു പെൺപിള്ളേരുടെ അടുത്തും മറ്റുള്ളവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വല്ലതും വെച്ചുണ്ടാക്കാൻ അറിയുമോ എന്നുള്ള ക്വസ്റ്റ്യൻ. ഇത് തന്നെയാണ് ഇവിടെയും വന്നേക്കുന്നത്. ഫേവറേറ്റ് ഫുഡ് എന്താണ്, എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ അറിയാമോ എന്നുള്ള ക്വസ്റ്റ്യൻ. വെച്ചുണ്ടാക്കാനൊക്കെ ഇഷ്ടത്തിന് അറിയാം. എൻ്റെ ചാനൽ ഇപ്പം നമ്മുടെ വൈറ്റി ചാനൽ, അതായത് യൂട്യൂബ് ചാനൽ നോക്കിയാൽ അറിയാം, ഫുഡ് വ്ളോഗ്സ് മാത്രമേ ഉള്ളൂ. വ്ളോഗ്സ് എന്ന് പറയാനില്ല, എന്നാലും ചെറിയൊരു കുക്കിംഗ് ചാനലായിട്ട് നമ്മുടെ ചാനൽ മാറിയേക്കാണ്. അപ്പൊ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഐറ്റംസ് ഒക്കെ തന്നെ ഞാൻ ഷോക്കേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ വെച്ചുണ്ടാക്കാൻ അറിയാമോ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ജസ്റ്റ് വീട്ടിലേക്ക് വന്ന് നോക്ക്, വെച്ചുണ്ടാക്കി തരാം. ആൻഡ് ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ ഫേവറേറ്റ് ഫുഡ് എന്നെ എന്താണ് ചിക്കൻ ന്യൂഡിൽസ് ആണ് ഫേവറേറ്റ്. ആൻഡ് ഡിപ്പെൻഡബിൾ ആണ്. ചില മൊമെന്റ് നമ്മളിപ്പം എറണാകുളം അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ പോയാൽ ചിലപ്പം ചിക്കൻ ന്യൂഡിൽസ് ആയിരിക്കത്തില്ല കഴിക്കുന്നത്. ഇപ്പം മോർണിംഗ് ടൈമിൽ നമ്മൾ പോയി എവിടെയെങ്കിലും പോയി ചിക്കൻ ന്യൂഡിൽസ് മാത്രം കഴിക്കുക അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ആ സമയത്ത് മസാല ദോശ അങ്ങനെയുള്ളതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് വരുന്നത്. ആൻഡ് വലിയ ഫുഡി ആണോ എന്ന് ചോദിച്ചാൽ വലിയ ഫുഡി ഒന്നുമല്ല. ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ എനിക്ക് ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫിഷസ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും കൊടുത്തിട്ടുണ്ട്. അപ്പം ഫേവറേറ്റ് ഫുഡ് ആദ്യം ചോദിച്ചാൽ പ്രിഫറൻസിൽ വരുന്നത് ചിക്കൻ ന്യൂഡിൽസ് തന്നെയാണ്. ആൻഡ് വെച്ചുണ്ടാക്കാൻ അറിയാം മിസ്റ്റർ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ നല്ലൊരു സല്യൂട്ടേഷനോട് കൂടിയാണ് എന്നെ വിളിച്ചേക്കുന്നത്. ചേച്ചി പെണ്ണെ ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവർക്കും മനസ്സിലായി കാണും ഈ ഒരു ചേച്ചി പെണ്ണെ എന്ന് വിളിച്ചത് ആരായിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ ചേച്ചി പെണ്ണെ ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ എന്ന് ചോദിക്കുന്നു. കുട്ടിക്ക് പ്രായമായിട്ടില്ല, 18 തികഞ്ഞിട്ടില്ല. ഇതാണ് എൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. അപ്പം ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ജനറൽ ആയിട്ട് അറിയണം. ഞാൻ കുറേ കമന്റ്സ്, അതായത് ഞാൻ കുറേ എന്താണ് ഷോർട്സിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കാണാറുണ്ട്. അപ്പം നിങ്ങൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ പറയാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, എൻ്റെ പേര് ഹിറ്റോസ് എന്നാണോ സോജ എന്നാണോ? ഹിറ്റോസ് ബൈ സോജ എൻ്റെ ബിസിനസ് ആണ്. എൻ്റെ പേര് എന്ന് പറഞ്ഞാൽ സോജ സൈജു എന്നാണ്. ആൻഡ് നമ്മുടെ യൂട്യൂബിന്റെ പേരും സോജ ഹിറ്റോസ് ബൈ സോജ എന്നാണ്. ഓക്കെ, ദെൻ കുറച്ച് പേര് ചോദിക്കുന്ന ഒരു റിപ്പീറ്റേഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഞാൻ എവിടെയാണ് താമസം എന്നുള്ള കാര്യം. അതായത് എവിടെയാണ് താമസം, അമ്മയുടെയും പപ്പയുടെയും കൂടെയാണോ അല്ലയോ എന്നുള്ള കാര്യം. കാരണം വീട്ടിലിരുന്ന് ഞാൻ ലൈവോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്നെ മാത്രമേ എല്ലാവരും കാണുന്നുള്ളൂ. അപ്പം അതിനുള്ള റിപ്ലൈ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പത്തനംതിട്ടയിലാണ് നമ്മുടെ പ്ലേസ് എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ റെന്റഡ് ആയിട്ടാണ് താമസിക്കുന്നത്. ആൻഡ് ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ബിസിനസ് ആകുമ്പോഴത്തേക്ക് ബിസിനസ്സും കാര്യങ്ങളെല്ലാം ഇവിടെ ആയതുകൊണ്ട് ലൊക്കേഷൻ എല്ലാവർക്കും അറിയാവുന്ന ലൊക്കേഷനാണ്. എവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. പപ്പയും മമ്മിയും ഞാനുമാണ് ഇവിടെ താമസിക്കുന്നത്. ഞങ്ങൾ 3 പേർക്ക് 3 പേരേ ഉള്ളൂ. ഇതാണ് ഇതിനുള്ള റിപ്ലൈ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ജൂലൈ 1 എല്ലാ വർഷവും ഞാൻ ഒരു പോസ്റ്റ് എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൽ ഇടാറുണ്ട്. അപ്പൊ ഈ വർഷം ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട്. അപ്പൊ എല്ലാവരും ചോദിച്ചു സ്കോളിയോസിസ് എന്താണെന്നുള്ള കാര്യം. എനിക്ക് തോന്നുന്നു സ്കോളിയോസിസിനെ പറ്റിയിട്ട് ആ കമന്റ് ബോക്സ് നിറയെ എന്താണെന്നുള്ള കമന്റ്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. സോ ഐ തിങ്ക് ഒരു ലോങ് വീഡിയോ ആയിട്ട് നമുക്ക് അതൊന്ന് ഷൂട്ട് ചെയ്യേണ്ട ഒരു കണ്ടന്റ് ആണെന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമന്റിൽ പറയാം. സ്കോളിയോസിസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ലോങ് വീഡിയോ ആയിട്ട് വേണോ വേണ്ടായോ എന്നുള്ള കാര്യം. സ്കോളിയോസിസ് സർവൈവർ ആണ് ഞാൻ. 2000 അതായത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ച സമയത്താണ് സ്കോളിയോസിസ് എന്താണെന്ന് ഞാൻ അറിയുന്നത്. ആ സമയത്താണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. 6ാം ക്ലാസ്സിൽ വെച്ചാണ് സർജറി കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇംപ്ലാന്റ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ ബോഡിയിലുണ്ട്. ലൈഫ് ലോങ് ആ ഒരു ഇംപ്ലാന്റും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് പറയാ മുന്നോട്ട് ഉള്ള ലൈഫിലും നമ്മുടെ പാർട്ടാണ്. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഞാൻ എപ്പോഴൊക്കെ ലൈവ് അല്ലെങ്കിൽ എന്തൊക്കെ വന്നാലും എല്ലാവരും എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് പറഞ്ഞു തരാമോ? ഞാനപ്പോൾ ഈ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്ത ഒരുപാട് പേര് എന്നോട് പിന്നെയും ചോദിക്കുന്നുണ്ട് ഏതാണ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ്. ഞാൻ മെബലൈൻ്റെ സോഫ്റ്റ് വൈൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എപ്പോഴും ഇതേപോലുള്ള ഡാർക്ക് ഷെയ്ഡ് അല്ലെങ്കിൽ എന്റെ ഫേസിനാണെങ്കിൽ ഷെയ്ഡൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടം. എല്ലാവരും ചോദിക്കും ന്യൂഡ് ഷെയ്ഡ് യൂസ് ചെയ്തുകൂടെ? പക്ഷെ എനിക്ക് ന്യൂഡിനോടൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് ഇതേപോലുള്ള കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ലിപ്സ്റ്റിക്സ് ആണ് എനിക്ക് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡൊക്കെ എനിക്ക് ചേരുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ ചേച്ചി ഫുള്ള് പുട്ടിയല്ലേ എന്നൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി ഫുള്ള് പുട്ടിയല്ലേ എന്നുള്ള കാര്യത്തിന് ഉള്ള റിപ്ലൈ എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ 2 മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാറുള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രൈമർ യൂസ് ചെയ്യും, അത് ഒക്കേഷണലി ആണ്. ഇപ്പം കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിലാണ് പ്രൈമർ യൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് പ്രൈമർ യൂസ് ചെയ്ത് തുടങ്ങിയത് ഈ ഒരു ജനുവരി ടൈമിലാണ്. ജനുവരി ടൈമിലാണ്. പിന്നെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യും. ഇപ്പം ഞാൻ കറന്റ് യൂസ് ചെയ്യുന്ന മെബലൈൻ്റെ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഫേസസ് കാനഡ അങ്ങനെയുള്ള ഡാസ്ലർ അതൊക്കെയായിരുന്നു പണ്ട് കാലങ്ങളിൽ, അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് മെബലൈൻ്റെ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. എന്താണ് പറയുക, അങ്ങനെ ട്രാൻസ്ഫറബിൾ അല്ല, ഓക്കെയാണ്. പിന്നീടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് എത്ര ലാംഗ്വേജസ് അറിയാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹിന്ദി എങ്ങനെയാണ് പഠിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹിന്ദി എനിക്ക് അറിയാവുന്നത് എൻ്റെ നേറ്റീവ് മധ്യപ്രദേശിലാണ്.
അമ്മയും പപ്പയൊക്കെ മധ്യപ്രദേശിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ ജനിച്ചതും മധ്യപ്രദേശിലായിരുന്നു, അതായത് ഭോപ്പാലിലായിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അപ് ടു 3rd സ്റ്റാൻഡേർഡ് ഞാൻ അവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് പപ്പയുടെ റിലേറ്റീവ്സ്, അങ്ങനെ അമ്മേന്റെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ മധ്യപ്രദേശിലാണ്. സ്റ്റിൽ നമ്മൾ കണക്റ്റഡ് ആയതുകൊണ്ട് ഹിന്ദിയുടെ ടച്ച് വിട്ടിട്ടില്ല. അപ്പൊ മധ്യപ്രദേശിൽ വെച്ചിട്ടാണ് ഹിന്ദി പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇപ്പോഴും മൂവ് ഓൺ ചെയ്യുന്നു. ദെൻ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ഈ 3 ലാംഗ്വേജസ് ആണ് എനിക്ക് അറിയാവുന്നത്. ആൻഡ് തമിഴ് എനിക്ക് സ്പീക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ എനിക്ക് കേട്ടാൽ മനസ്സിലാവും, അത്രേ ഉള്ളൂ. പിന്നീട് നമുക്ക് റെഗുലറായിട്ട് ഇൻബോക്സിലായാലും അല്ലെങ്കിൽ ലൈവിലായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയുടെ അടിയിലായാലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ചേച്ചി മാരീഡ് ആണോ, അൺമാരീഡ് ആണോ, സിംഗിൾ ആണോ, കമ്മിറ്റഡ് ആണോ? ഈ ഒരു 4 ടേംസ് ഞാൻ നമ്മുടെ യൂട്യൂബ് തുടങ്ങിയ പിന്നെ കേട്ട് മടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് മാരീഡ് ആണോ എന്ന് ചോദിച്ചാൽ മാരീഡ് അല്ല, ഐ എം ജസ്റ്റ് 23. അപ്പൊ നിങ്ങൾ ചിലർക്ക് ചോദിക്കാം 18 വയസ്സല്ലേ കല്യാണ പ്രായം, പിന്നെ എന്താ അങ്ങനെ പറഞ്ഞേന്ന്. ഐ ഡോണ്ട് തിങ്ക് എന്താണ് പറയാ 23 ആയാലും നമുക്ക് മാരേജിനുള്ള ഏജ് ആയെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. സോ ഐ എം നോട്ട് മാരീഡ്. ഓക്കെ. പിന്നീടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? ഈ സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ എന്നൊക്കെയുള്ള കാര്യം അവന്റെ പേഴ്സണൽ അല്ലെങ്കിൽ പ്രൈവസിയിലുള്ള കാര്യങ്ങളാണ്. അതിലേക്കുള്ള ഒരു തലയിടലായിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ മറ്റുള്ളവരോട് നമ്മൾ ചോദിക്കുമ്പോൾ എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ പേഴ്സണലി അങ്ങനെ ആരോടും ചോദിക്കാറില്ല സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ആൻഡ് സിംഗിൾ ആണെങ്കിലും കമ്മിറ്റഡ് ആണെങ്കിലും അതൊക്കെ നമ്മളെ മാത്രം ബാധിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ആൻഡ് എന്താ പറയുക, സിംഗിൾ ആണെങ്കിലും കമ്മിറ്റഡ് ആണെങ്കിലും എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയ ത്രൂ തന്നെ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്നെപ്പറ്റി ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ടാറ്റ ബൈ ബൈ.